ചാലക്കുടി MLA സനീഷ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സനീഷ്, ഇപ്പോൾ ഒരു മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിരപ്പള്ളിയിൽ നിന്നും ഇത്തരത്തിലൊരു കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീയുടെ 60-കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവം. എന്താണ് താങ്കൾ മനസ്സിലാക്കിയത്? താങ്കൾക്ക് എന്താണ് പങ്കുവയ്ക്കാൻ കഴിയുക? വാച്ച്മരം കോളനിയിലെ ഒരു മൂപ്പന്റെ ഭാര്യയാണ് കാട്ടാന ആക്രമിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിപ്പോ സംഭവ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തികച്ചും ദാരുണമായ ഒരു സാഹചര്യമാണ്. നിരവധി തവണ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് ഇതിനെക്കുറിച്ചുള്ള ഒരു ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ഞങ്ങൾ കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോഴും ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങി വന്ന് കൃഷിനാശവും ഇതുപോലെയുള്ള ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഡിപ്പാർട്ട്മെന്റ് കുറെ കൂടി ജാഗ്രത ഈ കാര്യത്തില് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്നാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. ഇതൊക്കെ വനം വകുപ്പിന്റെ ശ്രദ്ധയിൽ നേരത്തെ പെടുത്തിയ വിഷയങ്ങളായിരുന്നോ? ഇവിടെയൊക്കെ നിരന്തരമായി ഇങ്ങനെ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു പരിഹാരം നമുക്ക് അടിയന്തരമായി സ്വീകരിക്കണം. ഇപ്പോൾ ഒരു ജീവൻ കൂടി നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് എത്രത്തോളം നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം. ഒപ്പം ചികിത്സിക്കാനുള്ള പെട്ടെന്ന് എത്തിച്ച് അടിയന്തര ചികിത്സാ സംവിധാനങ്ങളൊക്കെ പര്യാപ്തമായിരുന്നോ MLA? ഞാനിപ്പോ സംഭവ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് വിഷയം അറിഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇത് ഞങ്ങള് DFO ഓഫീസിന്റെ മുമ്പിൽ ബഹുമാനപ്പെട്ട MP അടക്കമുള്ള ആളുകൾ ഈ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DFO ഓഫീസിന്റെ മുന്നിൽ സമരം ചെയ്തതാണ്. ഉദ്യോഗസ്ഥന്മാരെ ഈ വിഷയങ്ങൾ ധരിപ്പിച്ചതാണ്. പക്ഷെ ഇപ്പോഴും ഈ വരൾച്ച ഉള്ള ഈ സമയത്ത് വന്യമൃഗങ്ങൾ കൂടുതലായിട്ട് ജനവാസ മേഖലയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിപ്പാർട്ട്മെന്റിന് അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗവൺമെന്റ് ഈ കാര്യത്തില് വളരെ അലംഭാവപൂർണമായ സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത്. വളരെ നന്ദി ശ്രീ സനീഷ് കുമാർ. എന്തായാലും സംഭവ സ്ഥലത്തേക്ക് എത്തിയ ശേഷം കൂടുതൽ വിവരങ്ങൾ തേടുക. താങ്കളെ വീണ്ടും ബന്ധപ്പെടും.